ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കും. 1 Peter chapter 4 verse 16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. മഹത്വമുള്ള പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പാത്രം എടുത്തില്ല, അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിനടി ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ രാത്രി ഞങ്ങളെ കൂട്ടി വരുത്തിയതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്നത്തെ രാത്രി ഒരുക്കി ശ്രേഷ്ഠമേറിയ അങ്ങയുടെ തിരുവചനത്തെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ഇന്നത്തെ ശുശ്രൂഷ മൂലം ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ. കൂട്ടിക്കൊണ്ടുവന്ന ജനത്തിനായിട്ട് സ്തോത്രം. എല്ലാവരുടെ ഹൃദയങ്ങളെയും അവസ്ഥകളെയും കർത്താവ് അറിയുന്നു. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹവും വിടുതലും ശ്രേഷ്ഠമേറിയ ആത്മീക വർധനവും ഉണ്ടാവുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങ് സഹായിക്കണമേ. അടിയനെ താഴ്ത്തി തരുന്നു. പരിശുദ്ധ കർത്താവെ, അടിയനെ അഭിഷേകം ചെയ്ത് അങ്ങയുടെ ശുശ്രൂഷ നിവർത്തിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. അപ്പോസ്തലനായ പത്രോസ് ദൈവത്തിൻ്റെ സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനി കഷ്ടം അനുഭവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ആ ദൈവവചനം വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ അതോർത്ത് ലജ്ജിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിലിരിപ്പ് കാരണം കഷ്ടം അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് പറയുന്നത് മൂലം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നത് മൂലം, എന്നെ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ ഞാൻ നിർവഹിക്കുന്നത് മൂലം ഞാൻ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ, ഞാൻ നിന്ന് ചുമക്കേണ്ടി വരുന്നെങ്കിൽ, ഞാൻ ഒറ്റപ്പെടേണ്ടി വരുന്നെങ്കിൽ, പരിഹാസം അനുഭവിക്കേണ്ടി വരുന്നെങ്കിൽ, എനിക്ക് ചിലത് നഷ്ടപ്പെടേണ്ടി വരുന്നെങ്കിൽ, അപ്പോസ്തലനായ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ അത് ഓർത്ത് ലജ്ജിക്കരുത്. കാരണം എന്തെന്നറിയാമോ? അടുത്ത വാക്യം പറയുന്നു, അതിനോട് ചേർന്ന് പറയുന്നു, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ഈ നാമം ധരിക്കുക. ഈ നാമം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന നാമം. Call it to be a Christian. I tell you, my brother, my sister, be afraid when you identify yourself to be a Christian. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ നീ പറയുമ്പോൾ നീ ഭയപ്പെടണം. കാരണം ആ നാമത്തിന്റെ മേൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. An accountability is there. വലിയൊരു വിളിയാണ് ആ പേരിലുള്ളത്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു പേരല്ല ക്രിസ്ത്യാനി എന്ന പേര്. ബൈ ദ വേ, നമ്മുടെ നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ക്രിസ്ത്യാനികളാണ്, അല്ലേ? ക്രിസ്തീയ നാമമുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണ്, കഴുത്തേലൊരു കുരിശുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നാൽ ഇവിടുത്തെ വചനം പറയുന്നു, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവനാണ് ക്രിസ്ത്യാനി. കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ഞാൻ ആയിരിക്കുന്നിടത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ലോകത്തോട് പറയുമ്പോൾ അവിടെ ദൈവനാമം മഹിമപ്പെടുന്നെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കുവാൻ തക്കവണ്ണം നിനക്ക് ഇടയാകുന്നുവെങ്കിൽ, ലോകത്തിനെതിരെ, ലോകമോഹങ്ങൾക്കെതിരെ, പാപത്തിനെതിരെ, പിശാചിനെതിരെ നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും ആ കർത്താവിന്റെ നാമത്തിന്റെ ബലം ധരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവിടെ മാത്രമേ ക്രിസ്ത്യാനി എന്നുള്ള നാമത്തിന് ഹല്ലേലൂയ അർഹത ഉണ്ടാകുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം പറയുന്നു, അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. വളരെ നോട്ടീസ് ചെയ്യേണ്ട ഒരു വചനമാണത്. ആർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്? ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. ഹല്ലേലൂയ. Disciples were called Christians in Antioch. ഹല്ലേലൂയ. അപ്പോൾ ഡിസൈപ്പിൾസിനെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ബൈ ദ വേ, നമുക്ക് വെസ്റ്റേൺ സൈഡിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചാൽ ബോൺ അഗെയിൻ ബിലീവേഴ്സിനെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രാജ്യത്ത് വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് ഓർക്കുന്നില്ല, എവിടെയോ വെച്ച് ആരോടോ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു ലേഡിയുമായിട്ട് സംസാരിക്കുവാനിടയായി.
ഞാൻ അവരുടെ കഴുത്തിൽ അവരുടെ ചെയിനിൽ ഒരു കുരിശിരിക്കുന്നത് കിടക്കുന്നത് കണ്ടു. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ വളരെ പക്വതയോടെ, വളരെ എനിക്ക് തോന്നുന്നു ഏതൊരു സ്കൂളിൽ വെച്ചാണെന്ന് തോന്നുന്നു, എവിടെയോ, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി, ഞാൻ ഓർക്കുന്നില്ല എവിടെയാണെന്ന്. അപ്പോൾ അവരുടേതായിട്ടുള്ള പക്വതയോടുള്ള സംസാരം, താഴ്മയോടുള്ള സംസാരം, പ്ലസ് ഈ കുരിശ് അവരുടെ ചെയിനിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? അപ്പോൾ അവർ പറഞ്ഞു, നോ, ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ, ഐ ആം എ കാത്തലിക്. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു കാത്തലിക്കാണ്. നമുക്കറിയാം, ഈ നാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ മെത്തഡിസ്റ്റ് എന്ന് പറയും, അല്ലെ പറയും പിന്നെ കാത്തലിക് എന്ന് പറയും, അല്ലെ പറയും അനി ബാപ്റ്റിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പറയും ബാപ്റ്റിസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മൊറോവിനിസ്റ്റ് എന്ന് പറയും, ആംഗ്ലിക്കൻ എന്ന് പറയും, ഓർത്തഡോക്സ് എന്ന് പറയും. ഇങ്ങനെയാണ് പറയുന്നത്. ക്രിസ്ത്യൻ എന്ന് ആരും അങ്ങനെ പറഞ്ഞു നമ്മൾ കേൾക്കുന്നില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാട്ടിലേക്ക് കടന്നു എന്ന് ചോദിച്ചാൽ തോമാച്ചാൻ, പൊന്നച്ചാൻ, തങ്കച്ചാൻ, കുഞ്ഞുമോനിച്ചാൻ ഇവരെല്ലാം ക്രിസ്ത്യാനികളല്ലേ? ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന് ആടിയാടി വരുന്നവരോട് ചോദിച്ചാലും ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയും. എന്തുകൊണ്ടാ? ഒരു ക്രിസ്തീയ നാമം, ബൈബിളിലുള്ള ഏതോ ഒരു പേര് അവന്റെ പേരിലുണ്ട്. മനസ്സിലാക്കണമേ, ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്വം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീ മനസ്സോടെ ആ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിന്നെ ലോകം വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനി. നീ നിന്നെ വിളിക്കുന്ന പേരല്ല, ലോകം നിനക്ക് തരുന്ന പേരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ തിരുവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ വളരെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ഭാഗവുമായിട്ട് ചിന്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മേലുള്ള അക്കൗണ്ടബിലിറ്റി, നമ്മുടെ മേലുള്ള ഉത്തരവാദിത്വം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവപൈതലേ, we must not be worrying about the coming of the Lord or about the rapture of the church. ദൈവത്തിന്റെ സഭയുടെ ഉൾപ്രാപണത്തെ കുറിച്ചല്ല നമ്മൾ വറി ചെയ്യേണ്ടത്. കർത്താവിനോട് ചേരുന്ന നാളിനെ കുറിച്ചല്ല വറി ചെയ്യേണ്ടത്. ആ പ്രത്യാശയെ കുറിച്ച് ദിനം തോറും എണ്ണിക്കഴിഞ്ഞ് കർത്താവേ അങ്ങയുടെ വരവെന്താണ് താമസിക്കുന്നത്, അവിടുന്ന് വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഹല്ലേലൂയ മുഴുകി ജീവിക്കുവാൻ തക്കവണ്ണം മാത്രമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ചെറിയ കാലഘട്ടത്തിൽ, ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയൊരു ഉത്തരവാദിത്വം സ്വർഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു വലിയ ജോബ് ഡിസ്ക്രിപ്ഷൻ, a God given job description is given to every believer who called themselves to be a Christian. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ദൈവം ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ രാത്രി ആ ചുമതലയെ കുറിച്ചാണ് കേൾക്കുവാനായിട്ട് പോകുന്നത്. ആ ചുമതല നിർവഹിക്കുവാൻ എനിക്കും നിനക്കും കഴിയുന്നില്ലെങ്കിൽ we are not fit to be called a Christian. നമ്മളൊരു ക്രിസ്ത്യാനി എന്ന പേരിന് യോഗ്യരല്ല ദൈവത്തിന്റെ തിരുവചന പ്രകാരം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കിവിടെ ആയിരിക്കാം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ നീ ലജ്ജിക്കരുത്. ലോകത്തിൽ മറ്റേതൊരു വിധത്തിൽ നീ കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കേണ്ടി വന്നേക്കാം. പക്ഷേ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ കഷ്ടം സഹിക്കേണ്ടി വന്നെങ്കിൽ, എവിടെയെങ്കിലും നീ ഒറ്റപ്പെടേണ്ടി വന്നെങ്കിൽ, എവിടെയെങ്കിലും ആരെങ്കിലും നിന്നെ പരിഹസിക്കേണ്ടി വന്നെങ്കിൽ, അതൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടിയാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, സഹോദര സഹോദരി, നീ അതോർത്ത് ലജ്ജിക്കരുത്. കാരണം അതിന്റെ മധ്യത്തിൽ നീ ക്രിസ്ത്യാനി എന്ന പേരെടുത്തത് കൊണ്ട് ദൈവത്തിന്റെ നാമം മഹിമപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതേ അധ്യായത്തിൽ 2 വാക്യങ്ങൾക്ക് മുകളിൽ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. അപ്പൊ കർത്താവിന്റെ കഷ്ടങ്ങൾക്ക് നമ്മൾ പങ്കുള്ളവരാകുമ്പോൾ സന്തോഷിക്കാനാണ്. കാരണം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, ആ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ഉല്ലസിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ കഷ്ടം സഹിക്കുമെന്നും നിന്ന് സഹിക്കുമെന്നും സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുമെന്നും കൂട്ടുകാരനെ ഒറ്റപ്പെടുത്തുമെന്നും പറഞ്ഞ് ഹല്ലേലൂയ നമ്മുടെ ഐഡന്റിറ്റിയെ മറച്ചു വയ്ക്കരുത്. കാരണം കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ തേജസ്സിൽ നാം ആനന്ദിക്കണമെങ്കിൽ, അവനോടുകൂടി എടുക്കപ്പെടണമെങ്കിൽ ഈ ലോകത്തിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ഒരു പക്ഷേ നമ്മൾ നിന്ന് സഹിക്കേണ്ടി വന്നേക്കാം. അടുത്ത 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, കർത്താവ് നടന്ന പാതയിലൂടെ അവൻ നമ്മെ നടത്തും. കർത്താവ് നടന്ന പാതയിലൂടെ ഞാനും നിങ്ങളും നടക്കുന്നുവെങ്കിൽ ലോകം എന്നെയും നിങ്ങളെയും ഒറ്റപ്പെടുത്തും. നമ്മൾ നിന്ന സഹിക്കേണ്ടി വരും. ഇവിടെ പറയുകയാണ്, what is the proof that the Spirit of God is guiding you? What is the proof that the Holy Spirit is leading you? This is the proof you will be ashamed in the world.
ഹല്ലേലൂയ. എന്താണ് കർത്താവ് നിന്നെ നടത്തുമെന്നുള്ളൊരു തെളിവ്, എന്താണ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്നിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്, എന്താണ് ഹല്ലേലൂയ മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്, നിങ്ങൾ നിന്ന് സഹിക്കുന്നവരായി തീരും കർത്താവിന്റെ നാമത്തിന് വേണ്ടി. നമ്മൾ ഏതെങ്കിലും നിന്ന് സഹിക്കുന്നുണ്ടോ? എവിടെങ്കിലും നമ്മൾ ഒറ്റപ്പെടുന്നുണ്ടോ? മൈ ചിൽഡ്രൻ, ഐ എം ആസ്കിംഗ് യു എ ക്വസ്റ്റ്യൻ. Because you say that you are a Christian, because you say that you are the part of the church, are you identified to be alone? Are you separated from your peers, from your friends? നിങ്ങളുടെ കൂട്ടുകാരിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. Because of your lifestyle, because of your unique lifestyle. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൂലം നിങ്ങൾ ഒറ്റപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളോട് പറയുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടുവെട്ടിയെന്ന്? കർത്താവിന്റെ നാമത്തിന് വേണ്ടി വചനം പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് ഹി ഈസ് ലീഡിങ് യു ടു ദാറ്റ് സ്റ്റെപ്പ്. ഹല്ലേലൂയ. മുന്നോട്ടുള്ള സമയം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കുരിശും തൂക്കി നടക്കാൻ വേണ്ടിയല്ല. നമുക്കറിയാം, ചില ഫിലിമിനകത്തൊക്കെ വില്ലന്റെ കഴുത്തേലും കാണാം ഒരു ചെയിനും ഒരു കുരിശും. ഇന്ന് കുരിശ് അലങ്കാര വസ്തുവായി മാറിയിരിക്കുക അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, അലങ്കാര വസ്തു. അവർക്ക് കർത്താവ് വഹിച്ച കുരിശിനെ വഹിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ഒരു ശിഷ്യനെ കുറിച്ച് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്നു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 10:38, മത്തായിയുടെ സുവിശേഷം 16:24, മർക്കോസിന്റെ സുവിശേഷം 8:16, ലൂക്കോസിന്റെ സുവിശേഷം 14:27. അഗൈൻ അവിടെയൊക്കെയും ഈ വാക്യങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ്. ഇഫ് യു വാണ്ട് ടു ഫോളോ ഹിം ആസ് എ ഡിസൈപ്പിൾ, യു ഹാവ് ടു ഡിനൈ യുവർസെൽഫ്, ക്യാരി ഹിസ് ക്രോസ് ഡെയിലി ആൻഡ് ഫോളോ ഹിം. ഒരുവൻ എന്നെ അനുഗമിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. അതാ ക്രൂശ് ചുമക്കുന്ന ശിഷ്യൻ എന്ന് പറയുന്നത്. അല്ലാതെ കഴുത്തിൽ ക്രൂശ് കെട്ടിക്കൊണ്ട് നടക്കുന്നയാളല്ല, കുരിശിന്റെ രൂപം ഇട്ടുകൊണ്ട് നടക്കുന്നയാളല്ല. നിനക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നീ ദൈവ പൈതലാണെന്ന് പറയുന്നുവെങ്കിൽ, ക്രിസ്ത്യാനിയാണ് പറയുന്നുവെങ്കിൽ, ലോകത്തിന്റെ മുമ്പിൽ നിനക്കൊരു വ്യത്യസ്തതയുണ്ട്. നീ വേർപെട്ടവനാണ്, നീ വേർപെട്ടവളാണ്. ലോകത്തിന്റെ വഴിയെ പോകുന്നവനോ വഴിയെ പോകുന്നവളോ അല്ല. കുരിശ് അലങ്കാര വസ്തുവല്ല. പിന്നെയോ നിന്റെ മേൽ സ്വർഗത്തിന്റെ മുദ്രയുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്തു നടന്ന പാതയിലൂടെ നീയും ഞാനും നടക്കേണ്ടി വരും. നമുക്കറിയാം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് കൊടുത്ത ലാസ്റ്റ് കമ്മീഷനിങ് ഉണ്ട്. ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എന്താണെന്ന് അറിയാമോ? മത്തായിയുടെ സുവിശേഷം 28:20 നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം, എൻ്റെ വചനങ്ങളിലൂടെ നടക്കുവാൻ തക്കവണ്ണം, ഞാൻ നടന്ന പാതയിലൂടെ ജീവിപ്പാൻ തക്കവണ്ണം, എനിക്ക് വേണ്ടി നിന്ന് ചുമക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, എൻ്റെ വഴികളെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളുവേൻ. ഹല്ലേലൂയ. ഇതാ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഏതെങ്കിലും ഒരു കോണില്, ഏതെങ്കിലും ഒരു ദൈവസഭയുടെ ഭാഗമായി, ഏതെങ്കിലും ഒരു ബെഞ്ചിൽ ചടഞ്ഞുകൂടിയിരുന്ന, ഏതെങ്കിലും ഒരു കസാരയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന് സഭയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ സഭയ്ക്ക് കൊടുത്ത് അതിനുള്ളിൽ ഒതുങ്ങിക്കൂടുവാനുള്ള ഒരു ജീവിതമല്ല നീ. ഹല്ലേലൂയ. നിന്റെ മേലൊരു വലിയ ഉത്തരവാദിത്വം സ്വർഗം തന്നിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ തന്നിട്ട്, ദൈവത്തിന്റെ തിരുവചനം നിന്റെ കൈകളിൽ തന്നിട്ട്, അതിനെ നിന്നെ പ്രകാശിപ്പിച്ചു തന്നിട്ട് ഒരു വലിയ വിളി നിന്നെ വിളിച്ചിരിക്കുകയാണ്. യു ഹാവ് ബീൻ കോൾഡ് വിത്ത് എ വെരി ഹൈ കോളിംഗ്, എ profound calling, a magnificent calling to be his witness. അവന്റെ സാക്ഷിയായി തീരുവാനുള്ള ശ്രേഷ്ഠമേറിയ, ഉന്നതമേറിയ, മഹത്വമേറിയ വിളി നിന്നെ വിളിച്ചിരിക്കുകയാണ്. അവന്റെ നാമത്തിന് സാക്ഷി നിൽപ്പാൻ തക്കവണ്ണം, അങ്ങനെ മറ്റുള്ള സാക്ഷികളെ ഒഴിവാക്കുവാൻ തക്കവണ്ണം. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഒരു വലിയ അക്കൗണ്ടബിലിറ്റി നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒതുങ്ങി പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ ഉത്തരവാദിത്വം നമ്മളിൽ പലരിലും കാണാത്തത്? ഇന്നത്തെ രാത്രി അതാണ് ചിന്തിക്കുന്നത്. ഒരു സാക്ഷിയാകുവാനുള്ള ശക്തി പ്രാപിക്കണം നമ്മൾ. കർത്താവിന്റെ സാക്ഷിയാകുവാനുള്ള ശക്തി. നമ്മൾ പല ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, പല സ്ട്രീറ്റുകളിൽ താമസിക്കുന്നവരാണ്, പല വ്യക്തികളുമായിട്ട് ഇടപെടുന്നവരാണ്. പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ ദൈവം നമ്മളെ അനുവദിക്കുന്നുണ്ട്. അവിടെയൊക്കെയും ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളെ കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. ചിലരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരം തരുന്നുണ്ട്. പലപ്പോഴും ഓർക്കണമേ, the persons who are passing through your life, maybe next time you won't see them. Hallelujah.
That could be the only time they are passing through you. നമ്മുടെ ജീവിതത്തിലൂടെ ചില വ്യക്തികൾ കടന്നു പോകുമ്പോൾ, പാസ് ത്രൂ ചെയ്യുമ്പോൾ ഓർക്കുക, പിന്നീട് ഒരിക്കലും ഈ വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ സാധ്യതയില്ലായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ വ്യക്തി എൻ്റെ ജീവിതവുമായിട്ട് ബന്ധിക്കുമ്പോൾ ഞാനൊരു ദൈവ പൈതലാണെന്നും ഹല്ലേലൂയ സുവിശേഷം ആ വ്യക്തിയോട് പറയുവാനുള്ള കടമ, ചുമതല സ്വർഗ്ഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുവടുകൾ വെക്കാം. പ്രഭാതത്തിൽ ഉണരുമ്പോൾ അതാ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ അങ്ങന്റെ ജീവിതത്തിലേക്ക് അയക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് ഹല്ലേലൂയ അങ്ങനെ അയക്കുന്നുവെങ്കിൽ, അങ്ങയുടെ പ്രവൃത്തി എന്നിലൂടെ നിവർത്തിക്കപ്പെടുവാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി തരുന്നു കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വേണം ലോകത്തിലേക്ക് നമ്മുടെ സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുവാൻ തക്കവണ്ണം. കർത്താവ് വഴി തുറക്കുന്നത്, കർത്താവാണ് ആലോചന തരുന്നത്, കർത്താവാണ് മുഖാന്തരം ഒരുക്കുന്നത്. കാരണം ഈ ജഡത്തിനൊരു ശക്തിയുമില്ല, ഈ ജഡത്തിനൊരു ധൈര്യവുമില്ല, ഈ ജഡത്തിനൊരു വഴിയുമില്ല. Hallelujah. Praise the Lord. Hallelujah. We simply have to tell the gospel. Selling is by the Holy Spirit. We are not called to sell the gospel. We are called to tell the gospel. But Holy Spirit is selling the gospel. You understood, my brothers, my sisters? Hallelujah. നമ്മളെ കൊണ്ട് സുവിശേഷം പറയിക്കാനാണ് കർത്താവ് വിളിച്ചത്. സുവിശേഷം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കർത്താവ് ശിഷ്യന്മാര് 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്നില്ലേ? ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തികളൊക്കെ അവർ കണ്ടില്ലേ? കർത്താവ് 3.5 വർഷക്കാലം വരെ പഠിപ്പിച്ചതൊക്കെ അവർ കേട്ടില്ലേ? ഏറ്റവും ശ്രേഷ്ഠമേറിയ പർവ്വത പ്രസംഗം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം കർത്താവിൻ്റെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട്, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ട് അവർ കേട്ടു, ചെവി കുളിർക്കെ കേട്ടു. അത് മാത്രമല്ല, കർത്താവിന്റെ വചനം പറയുന്നു, ഉപമകളാൽ ഈ ലോകത്തിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടു. കർത്താവിനാൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ അപ്പോസ്തലന്മാർ എന്ന പേര് കിട്ടി. അത് മാത്രമാണോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരുടെ മേൽ ഊതിയിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിങ്ങൾ റിട്ടൈൻ ചെയ്യുന്നവർക്ക് റിട്ടൈൻഡ് ആയിരിക്കുന്നു. കർത്താവ് അധികാരം അവർക്ക് കൊടുത്തു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, അവ ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് ചെയ്യുകയില്ല. അധികാരം അവർക്ക് ലഭിച്ചു. ഹല്ലേലൂയ. ഓർക്കണമേ സഹോദരന്മാരെ, മത്തായിയുടെ മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. അധികാരം ലഭിച്ച അപ്പോസ്തലന്മാരുടെ ജീവിതം നിങ്ങൾക്കറിയാമോ? എന്താ സംഭവിച്ചത്? കർത്താവ് മരിച്ച ദിവസം നമുക്കറിയാം. They were so afraid. അവർ കവേർഡ്സ് ആയിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു, അടച്ച വാതിനകത്തവരിയ്ക്കുക. അവർക്ക് ഭയമാ പുറത്തേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം. ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഞാൻ യേശുവിനോട് കൂടെ നടന്നയാളാണെന്ന് ലോകത്തോട് പറയുവാൻ അവർക്ക് പേടിയാണ്. അവർ ലോകത്തെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച്, റോമാക്കാരെ പേടിച്ച്, തങ്ങളുടെ അയൽപക്കക്കാരെ പേടിച്ച്, തങ്ങളുടെ കൂട്ടുകാരെ പേടിച്ച് അവർ മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യേശുവിന്റെ നാമത്തോട് ചേർന്ന് തങ്ങളുടെ നാമത്തെ എടുക്കുവാൻ അവർ ഭയപ്പെട്ടു. യേശുവിന്റെ കൂടെ നടന്നവരെന്ന്, യേശുവിന്റെ ശിഷ്യന്മാരെന്ന് അവർക്ക് പറയുവാൻ തക്കവണ്ണമുള്ള ധൈര്യമില്ല. ചിന്തിച്ചു നോക്കിക്കേ, ഇതേ സമാനമായ അനുഭവമാണ് ദൈവമക്കൾ എന്ന് പറയുന്ന നമ്മളിൽ പലർക്കുമുള്ളതല്ലേ? ജോലി സ്ഥലത്ത് കർത്താവിന്റെ കർത്താവിന്റെ ദാസിയാണ്, ഞാൻ യേശുവിന്റെ ശിഷ്യയാണെന്ന് പറയുവാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് യു ആർ അഫ്രൈഡ് ടു സേ ദാറ്റ് യു ആർ എ ക്രിസ്ത്യൻ ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ നിങ്ങൾക്ക് ഭയമാണ്. എക്സാക്ട്ലി ദ സെയിം തിങ് ദോസ് അപ്പോസ്റ്റൽസ് ഹാഡ് ദാറ്റ് ടൈം. അന്ന് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുണ്ടായ അതേ അനുഭവമാണ്. പീഡനങ്ങൾ. അവരെന്നെ പീഡിപ്പിക്കുമോ? അവരെന്നെ ഒറ്റപ്പെടുത്തുമോ? കഴിഞ്ഞ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വെളുപ്പിനെ ഹല്ലേലൂയ സ്വപ്നം കണ്ടിട്ട് ഞാൻ ഒത്തിരി ഭയന്നു പോയി കേട്ടോ. ഭയന്നത് വേറൊന്നും കൊണ്ടുമല്ല. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഏതോ ഒരു സ്ഥലത്താണെന്ന് അറിയത്തില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ മുമ്പിൽ ഒരു തടിക്കഷ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തും ഇപ്പുറത്തും മുസ്ലിങ്ങളുടെ കൂട്ട് തല കെട്ട് 2-3 പേര് നിൽക്കുന്നു. അവരുടെ ഒരു വലിയ വാളുണ്ട്. ഞങ്ങളോട് എന്തോ പറയുന്നത് ഏറ്റു പറയാൻ പറയുന്നു. ഞാൻ ജോളിയോട് പറഞ്ഞു, നീ പറയല്ലേ, നമ്മൾ കർത്താവിൻ്റെ ദാസനും ദാസിയുമാ, പറയരുതെന്ന് പറഞ്ഞു. അവരൊത്തിരി നിർബന്ധിക്കുന്നുണ്ട്, വാള് വീശുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ കാണുകയാണ് സഹോദരങ്ങളെ. രാവിലെ എണീറ്റ് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു കരഞ്ഞു. കാരണം
ഞാനൊരു കാര്യം ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ല. ആ സ്വപ്നത്തിൽ എന്നെ കർത്താവ് അത് ഓർമ്മിപ്പിക്കുക. എന്താണെന്നറിയാമോ? അവർ വീണ്ടും വീണ്ടും പറഞ്ഞു, നിങ്ങൾക്കൊരവസരം കൂടെ തരിക, വീണ്ടും ചിന്തിച്ചിട്ട് വരാമോ എന്ന്. അപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു പോയി, ഞാൻ ചിന്തിച്ചിട്ട് പറയാമോ. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളെ അവിടുന്ന് കൊണ്ടുപോകുന്നതായിട്ടാണ്. ഞാൻ ചിന്തിച്ചിട്ട് പറയാമെന്ന്. ഞാൻ അങ്ങനെ പറയേണ്ട വ്യക്തിയാണോ? എനിക്ക് എന്താ ചിന്തിക്കാനുള്ളത്? ക്രിസ്തുവിനു വേണ്ടി മരിച്ച എനിക്ക് എന്താ ഇനി ചിന്തിക്കുവാനുള്ളത്? ഹല്ലേലൂയ. എൻ്റെ മുമ്പിൽ നിന്ന് സ്വപ്നം മാറാതെ നിൽക്കുക. ആ വ്യക്തികളുടെ മുഖം പോലും എനിക്കൊരു ഓർമ്മ പോലെ വരുന്നു. ഞാൻ എൻ്റെ ജീവനെ ഭയന്നിട്ട് പറയണോ? ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറയാമെന്ന്. എന്തെനിക്ക് ചിന്തിക്കാനുണ്ട്? എൻ്റെ കർത്താവിൻ്റെ ക്രൂശിന് പിന്നാലെ അവൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് ഞാൻ ഒരു ശിഷ്യനായി നടക്കുന്നുവെങ്കിൽ എനിക്കിനി എന്താ ചിന്തിക്കുവാനുള്ളത്? കർത്താവിനെ പ്രതി ഞാൻ ലോകം എനിക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടെങ്കിൽ, കർത്താവിന്റെ നിന്ന ചുമക്കുവാൻ തക്കവണ്ണം എനിക്ക് വിളിക്കപ്പെട്ടവനാണെങ്കിൽ, അവന് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ചവനാണെങ്കിൽ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്ന് ദൈവത്തിന്റെ സഭയിൽ ഏറ്റുപറഞ്ഞവനാണ് ഞാനെങ്കിൽ ഇനി എനിക്ക് എന്താ ചിന്തിക്കാനുള്ളത്? സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന വിളി ഹല്ലേലൂയ കർത്താവിന്റെ നിന്ന് ചുമക്കുവാനും അവന്റെ പാദപീഠത്തിൽ അവന് വേണ്ടി ജീവിക്കുവാനുമാണ്. ഈ ശിഷ്യന്മാർ ഭയന്നതിനകത്തിരുന്നു. അവരെ എന്തിനാ വിളിച്ചത്? ഹല്ലേലൂയ. മർക്കോസിന് ശേഷം 3-ാം അധ്യായം 14-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാക്കുവാനും അവൻ 12 വരെ നിയമിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. തന്നോടുകൂടെ ഇരിക്കുവാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം ഉണ്ടാകേണ്ടതിന് അവൻ 12 വരെ നിയമിച്ചു. തന്റെ അപ്പോസ്തലന്മാരാക്കി അവരെ മാറ്റിയത് താൻ ഈ ഭൂമിയിൽ എന്ത് ശുശ്രൂഷ ചെയ്യുവാൻ വന്നുവോ, എന്ത് ശുശ്രൂഷ ചെയ്തുവോ അത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനാ. അവരാണ് ഈ മുറിക്കകത്ത് പേടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സഹോദരന്മാരെ സഹോദരിമാരെ, ഈ പേടിച്ചിരിക്കുന്നവരുടെ അടുത്താണ് കർത്താവ് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസത്തോളം ഓൺ ആൻഡ് ഓഫ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ശ്രേഷ്ഠമേറിയ കാര്യങ്ങളെ പറഞ്ഞവരെ ഉറപ്പിച്ചു. ഓർക്കണമേ, അവരെ ഉറപ്പിച്ചിട്ട് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി നമുക്ക് ആദ്യത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ കഴിയും. ആദ്യത്തെ അധ്യായത്തിന്റെ വാക്യത്തിൽ 1-2 വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഞാൻ നിങ്ങളോട്, ആ വാക്യം ഒന്ന് വായിച്ചേ. അതെ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യെരുശലേമിൽ നിങ്ങൾ വാങ്ങിപ്പോകരുത്. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് എന്റെ സാക്ഷികളാകുവാൻ കോണം കഴിയത്തില്ല. നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ താഴേക്ക് വരുമ്പോൾ 14-ാമത്തെ വാക്യം, മർക്കോസിന് ശേഷം 16-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ അവർ ഒന്നിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവരുടെ മുമ്പിൽ പ്രത്യക്ഷനായിട്ട് അവരെ ശാസിക്കുന്നുണ്ട്. അവരുടെ അവിശ്വാസവും ഹൃദയകാഠിന്യവും അവരെ ശാസിക്കുന്നു. താൻ ഉയർത്തെഴുന്നേറ്റവൻ തന്നെ കണ്ടു എന്ന് പറഞ്ഞവരുടെ വാക്ക് വിശ്വസിക്കാതിരുന്നത് കൊണ്ട്. ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ സഹോദരന്മാരെ? ഹല്ലേലൂയ. നമ്മളെക്കാൾ ഭയപ്പെട്ടവരായിരുന്നു ഈ ശിഷ്യന്മാര്. നമ്മളെക്കാൾ പേടിച്ചു പോയവരായിരുന്നു ഈ അപ്പോസ്തലന്മാര്. സമൂഹത്തെ നേരിടുവാനോ ലോകത്തെ നേരിടുവാനോ കർത്താവിന്റെ സാക്ഷികളാണെന്ന് പറയുവാനോ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ പറയുവാനോ അവർ ഭയപ്പെട്ടിരുന്നു. ദാറ്റ് ഈസ് മൈ പോയിന്റ്. അത്രമാത്രം അവര് കവേർഡ്സ് ആയിരുന്നു. They were frightened. They were not bold at all. പക്ഷെ കർത്താവ് അതിനകത്തോ വന്നത് തന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ കൊണ്ട് താൻ 12 പേരെ ശിഷ്യനാക്കി മാറ്റിയല്ലോ. അതിനുവേണ്ടിയാണോ തന്റെ ശുശ്രൂഷ മുന്നോട്ട് നയിക്കുവാൻ, സ്വർഗത്തിന് വേണ്ടി ഒരു ജനത്തെ നേടുവാൻ, തനിക്ക് വേണ്ടി ഒരു കാന്തയെ ലോകത്ത് ഉണ്ടാക്കുവാൻ, തന്റെ സഭയെ ഈ ഭൂമിയിൽ സ്ഥാപിച്ച് ഹല്ലേലൂയ തന്റെ 2ാമത്തെ വരവിന് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുവാൻ തക്കവണ്ണം, ലോകത്തെ ഒരുക്കിയെടുക്കുവാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അപ്പോസ്തലന്മാരാണ് ഇങ്ങനെ ഭയന്നിരിക്കുന്നത്. സഹോദരന്മാരെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി, അതായത് പരിശുദ്ധാത്മാവിന് വേണ്ടി, ഉയരത്തിൽ നിന്നുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അതാണ് ഇന്നത്തെ രാത്രി നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള വചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച്, ആ വാക്യം ആരെങ്കിലും ഒരാൾ ഉറക്കിയൊന്ന് വായിച്ചേ, എല്ലാവരും കേൾക്കത്തക്കവണ്ണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അതെ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും
ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. This is another commissioning, a great commissioning, not that much preached about. വളരെയധികം പ്രസംഗിച്ച് കേൾക്കാത്ത ഒരു വലിയ കമ്മീഷനിങ് ഇത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം പറഞ്ഞത് അവർ കാണെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തെന്നാ. The last word, the last commandment the Lord has spoken to his disciples, to his apostles before he was taken up to heaven is this. ഈ ഭൂമിയിൽ നിന്ന് താൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ താൻ ജീവിച്ചതിൽ ഏറ്റവും അവസാനം താൻ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോയ കൽപ്പനയാണത്. എന്തെന്നറിയാമോ? ഉയരത്തിൽ നിങ്ങൾ ശക്തി ധരിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ നിങ്ങളാകണം. പ്രൈസ് ഗോഡ്, ബി മൈ വിറ്റ്നസ്. രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. റിസീവ് ദ പവർ ഫ്രം അബവ് ആൻഡ് ബി മൈ വിറ്റ്നസസ്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുക, എൻ്റെ സാക്ഷികളാകുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ കമ്മീഷനിങ് അന്ന് നിന്നുപോയോ? ഇല്ല. ഇന്നും ലോകത്ത് പുതിയ മനുഷ്യർ ജനിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഇന്നും സുവിശേഷം കേൾക്കാത്ത അനേക രാജ്യങ്ങള്, അനേക ദേശങ്ങള് ഈ ഭൂമിയിലുണ്ട്, ഇല്ലേ? സുവിശേഷം കേൾക്കാത്ത എത്രയോ ഗോത്രവർഗക്കാർ ഈ ഭൂമിയിലുണ്ട്. അക്ഷരലിപികളില്ലാത്ത എത്രയോ ഭാഷകൾ ഈ ഭൂമിയിലുണ്ട്. ബൈബിൾ സ്വന്തമായിട്ട് വായിക്കുവാൻ കഴിയാത്ത, ഭാഷയിൽ പ്രിന്റ് ചെയ്യുവാൻ കഴിയാത്ത എത്രയോ ഇടങ്ങൾ ഈ ലോകത്തിൽ എവിടെയൊക്കെയുണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഇന്നും നിലനിൽക്കുകയാ. ലോകത്തിൽ എല്ലായിടത്തും പോയി എൻ്റെ സാക്ഷികളാകുവാൻ. അന്നത്തെ 12 ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ അത് ഏൽപ്പിച്ചുവെങ്കിൽ ആ അപ്പോസ്തലന്മാർ അടുത്ത തലമുറയ്ക്ക് അത് കൈമാറി അങ്ങനെ നമ്മുടെ മുമ്പിൽ ആ ഉത്തരവാദിത്വം എത്തിയിരിക്കുക. ഒരു കാര്യം ഓർക്കണമേ, നമ്മുടെ ഉത്തരവാദിത്വം എവിടെ എത്തി? ജനിച്ചിട്ട് ഇത്രയും പ്രായമായല്ലോ, കർത്താവിനെ അറിഞ്ഞിട്ട് ഇത്രയും പ്രായമായല്ലോ. നമ്മൾ എത്ര പേരോട് സുവിശേഷം പറയുവാൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞു? എത്ര പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ട് നമുക്ക് കഴിഞ്ഞു? എത്ര പേരുടെ മുമ്പിൽ കർത്താവിന്റെ സാക്ഷിയാകുവാൻ കഴിഞ്ഞു? സുവിശേഷം പറയുന്നതിന് മുമ്പ് ഓർക്കണമേ, ഞാൻ കർത്താവിന്റെ സാക്ഷിയായിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന വാക്കുകൾക്ക് വിലയുള്ളൂ. ഹല്ലേലൂയ. When a person stands there to sell a product, he must believe in his product first. ഒരു മനുഷ്യൻ ഒരു പ്രൊഡക്റ്റ് വിൽക്കുവാൻ തക്കവണ്ണം ഒരു സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ താൻ വിൽക്കുവാൻ പോകുന്ന സാധനത്തെ കുറിച്ച് അവന് വിശ്വാസമില്ലെങ്കിൽ അവൻ ആ സാധനത്തെ സെല്ല് ചെയ്യുവാൻ കഴിയത്തില്ല. Am I right? ഹല്ലേലൂയ. ഞാൻ സുവിശേഷവുമായി ഒരു വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുന്നുവെങ്കിൽ ആ സുവിശേഷം എന്തെന്ന് ഞാൻ അറിയണം. ആ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയെന്ന് എനിക്ക് ബോധ്യം വരണം. ആ സുവിശേഷത്തെ ഞാൻ അനുഭവിച്ചറിയണം. അതുമാത്രമല്ല, ആ സുവിശേഷത്തെക്കുറിച്ച് മറ്റൊരു വ്യക്തി ചോദിക്കുന്നുവെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുവാൻ തക്കമുള്ള കൃപയും ജ്ഞാനവും കർത്താവിൽ നമ്മൾ പ്രാപിച്ചിരിക്കണം. നമ്മുടെ ജീവിതം അവിടെ ഉണ്ടാകണം. അവർ ലൈഫ് സ്പീക്സ് ലൗഡർ ദാൻ അവർ വേർഡ്സ്. നമ്മുടെ ജീവിതമാണ് നമ്മുടെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിക്കും. യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും. നോക്കിയേ, യെരുശലേമിൽ അവർ താമസിക്കുന്നത് യെരുശലേമിലാണ്. കർത്താവ് പറഞ്ഞു, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. സോ അറ്റ് ദ മൊമെന്റ് ദേ ആർ ഇൻ ജെറുസലേം. കർത്താവ് പറയുന്നു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ആദ്യം നിങ്ങളുടെ ഉത്തരവാദിത്വം യെരുശലേമിൽ നിങ്ങൾ എന്റെ സാക്ഷികളാകുവാനാ. എന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ശമരിയിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം, അവിടെ എന്റെ സാക്ഷികളാകണം. എന്നിട്ട് യഹൂദയിൽ എല്ലായിടത്തും പോകണം, അവിടെ എന്റെ സാക്ഷികളാകണം. Then go out this country and go into every nations of the world and be my witnesses. നിന്റെ കുടുംബത്തിൽ കർത്താവിന് സാക്ഷിയാകണം. നിന്റെ ദേശത്ത് കർത്താവിന് സാക്ഷിയാകണം. നിന്റെ കൂടെ പഠിച്ചവരുടെ മുമ്പിൽ നീ കർത്താവിന്റെ സാക്ഷിയാവണം. ഹല്ലേലൂയ. നിന്നെ അയക്കുന്ന രാജ്യങ്ങളിൽ നീ കർത്താവിന് സാക്ഷിയാവണം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിൽ എത്ര പേർക്ക് ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ട്? നമ്മളെ ഒരു സഭയിൽ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ അവിടെ ഒതുങ്ങിക്കൂടുകയല്ലേ? ആ സഭയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്തു പോവുകയല്ലേ? പക്ഷെ ഈ ഗ്രേറ്റ് കമ്മീഷനിങ്, ഈ ലോകത്തിന്റെ ഉപ്പായി തീരുവാൻ എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതവുമായി കർത്താവ് ബന്ധിപ്പിക്കുന്നവരുടെ മധ്യത്തിൽ ഒരു ചാനലായി ദൈവമഹത്വം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതം, എൻ്റെ സംസാരം, എൻ്റെ രീതി, എൻ്റെ പെരുമാറ്റം, എൻ്റെ ഡെസ്റ്റിനേഷൻ, എൻ്റെ അംബിഷൻസ്, മൈ വർക്ക് ഓഫ് ലൈഫ് ആയി തീരണമെന്ന് നമുക്ക് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ദൈവമക്കളെ? എന്നിലൂടെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണമെന്ന്.
എത്ര പേര് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു, അതിന് എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, കർത്താവേ, ഹല്ലേലൂയ, ഞാൻ കടന്നു പോകുന്ന വഴികളിൽ അങ്ങയുടെ ദാസനാണ് ഞാൻ, അങ്ങയുടെ ദാസിയാണ് ഞാനെന്ന് മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതം കൊണ്ട് അങ്ങ് മുഖാന്തരം ഒരുക്കണമെന്ന് നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളത് ഒതുക്കി വെക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്നാണെന്നറിയാമോ? Our reputation is too much for us. We love our name so much than the name of Jesus. കർത്താവിൻ്റെ നാമത്തെക്കാളപ്പുറം നമ്മുടെ നാമത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ മുന്നോട്ടുള്ള സമയം വളരെ ആഴമേറിയ ചില ചിന്തകളെ ചിന്തിക്കുക. ഹല്ലേലൂയ. ഈ സഹോദരങ്ങളെ ഒന്ന് നോക്കിക്കേ. അവര് മറഞ്ഞിരുന്നു, അവർ പതുങ്ങിയിരുന്നു. നമ്മുടെ ജീവിതവുമായിട്ട് അവരുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കാനായിട്ട് പോകുകയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തിയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം മാറ്റം വരുത്തത്തില്ല? നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് വിശ്വാസം പരിശുദ്ധാത്മാവെന്ന് കൊണ്ടുവരട്ടെ. ഞാൻ ഒതുങ്ങിയിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. എനിക്ക് സംസാരിക്കുവാൻ അറിയത്തില്ലായിരിക്കാം, എനിക്കതിനുള്ള ഇലോക്വൻസ് ഇല്ലായിരിക്കാം, അതിനുള്ള വാഗ്വൈഭവം എനിക്കില്ലായിരിക്കാം. ഇതൊന്നും ആ ശിഷ്യന്മാർക്കില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിന്നെ ഹല്ലേലൂയ കർത്താവ് വിളിച്ചിരിക്കുന്നുവെങ്കിൽ ജസ്റ്റ് ടെൽ, പറയാൻ മാത്രമാണ് വിളിക്കുന്നത്. സെല്ലിംഗ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി നീ കൊടുക്കുന്ന, നീ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച്, നീ ഇതിനെക്കുറിച്ച് പറയുവാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇത് സെൽ ഔട്ട് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനാ ഉള്ളത്. അത് മറക്കരുത് നീ. ഹല്ലേലൂയ. ഒരു കൂട്ടുകാരനെയും ഒരു കൂട്ടുകാരിയെയും യു ഡോണ്ട് ഹാവ് ടു ഫോഴ്സ് ദം ടു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ സ്വീകരിച്ചേ പറ്റുമെന്ന് അവരോട് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ടെൽ ദം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ ഭയന്നിരുന്നിട്ട്, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, പത്രോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന്, പഴയ തൊഴിലിലേക്ക്. ഏത് തൊഴിലിൽ നിന്ന് കർത്താവ് അവരെ വിളിച്ചു മാറ്റിയോ ആ തൊഴിലിലേക്ക് അവർ മറങ്ങിപ്പോകുകയാണ്. ഈ ലോക ജീവിതത്തിന് അവർ പ്രാധാന്യം കൊടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. They want to be identified with their old style of life. അവരുടെ പഴയ ജീവിതത്തിലേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. നമ്മൾ പലരും ഒന്ന് ഓർത്ത് നോക്കിയേ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിച്ച നാളുകളിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ അന്ന് ഇത്രയും കൃപയില്ലായിരുന്നു, ദൈവവചനത്തെക്കുറിച്ച് ഇത്ര ജ്ഞാനമില്ലായിരുന്നു, പല കാര്യങ്ങളിൽ നമുക്ക് കുറവുണ്ടായിരുന്നെങ്കിലും അന്ന് അകത്തൊരു തീ ഉണ്ടായിരുന്നു, അകത്തൊരു തീക്ഷ്ണത ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അറിയാവുന്ന ഭാഷയിൽ, അറിയാവുന്ന വാക്കുകൾ, അറിയാവുന്ന വചനങ്ങൾ ആരുടെ മുമ്പിലും പറയുവാൻ ഒരു ധൈര്യം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ ഡൈ ഔട്ട് ചെയ്തു, ഇല്ലാതെ പോയി. ശിഷ്യന്മാർ പഴയ ജീവിതത്തിലേക്ക് പോവുകയാണ്. അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. 21-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അവർ പഴയ വഴിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം അവിടെ കർത്താവ് വന്നിട്ട് പത്രോസിനെ ഉറപ്പിക്കുന്നുണ്ട്, ശിഷ്യന്മാരെ ഉറപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കണ്ടത് അവർക്ക് കൊടുത്ത കമ്മീഷനിങ്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. കർത്താവിനൊരു കാര്യം അറിയാം, ഉന്നതത്തിൽ നിന്ന് ശക്തി പ്രാപിക്കാതെ, പരിശുദ്ധാത്മാവിൻ്റെ ബലം അവരിലേക്ക് വരാതെ, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലിരുന്ന് അവരെ നയിക്കാതെ, അവരെ നടത്താതെ ഇവരെ അപ്പോസ്തലന്മാരാക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്വന്തം ബുദ്ധിയിലോ സ്വന്തം ജ്ഞാനത്തിലോ സ്വന്തം വൈഭവത്തിലോ ആശ്രയിച്ച് കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം കഴിഞ്ഞ നാളുകളിൽ ശ്രമിച്ചെങ്കിൽ ദാറ്റ് ഈസ് എ വെരി റീസൺ യു ഫെയിൽഡ് ദെയർ. ദാറ്റ് ഈസ് എ വെരി റീസൺ യു ലോസ്റ്റ് യുവർ സെസ്റ്റ്. ഹല്ലേലൂയ. യു ലോസ്റ്റ് യുവർ ഇൻട്രസ്റ്റ്. കാരണം നമ്മൾ നമ്മുടെ ബലത്തെ ആശ്രയിച്ചാണ് നമ്മൾ ചെയ്തതൊക്കെയും. അതുകൊണ്ടാണ് നമ്മൾ ഭയന്നു പോയത്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പ്രയോജനം ഇല്ലെന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ പണി പകുതി വഴിക്ക് വെച്ച് നിർത്തിയത്. ശിഷ്യന്മാരുടെ കൂട്ട് 3.5 വർഷക്കാലം അവർ അറിയപ്പെട്ടത് അപ്പോസ്തലന്മാരെന്ന്, അല്ലേ? പക്ഷെ കർത്താവ് പോയി കഴിഞ്ഞപ്പം ഹല്ലേലൂയ പത്രോസിന് തോന്നി, എന്നെ വിളിച്ച പണിയല്ല ഇതാണ്. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായിരിക്കാനുള്ള യോഗ്യതയില്ലെന്ന്. കാരണം കർത്താവിനെ തള്ളിപ്പറഞ്ഞവൻ, അറിയത്തില്ലെന്ന് പറഞ്ഞവനാ. ശിഷ്യന്മാരെല്ലാവരും നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ ക്രൂശിൻ്റെ പടിക്ക് വെച്ച് ഓരോരുത്തരും ഓടിപ്പോയാ. അവർക്കെല്ലാവർക്കും മനസ്സിലായി കർത്താവിൻ്റെ സാക്ഷികളാകുവാനോ അവൻ്റെ അപ്പോസ്തലന്മാരാകുവാനോ തക്കോണം ഞങ്ങൾക്ക് കഴിയത്തില്ലെന്ന്. അതുകൊണ്ട് ആ ഉന്നതത്തിൽ നിന്ന് സർവശക്തനായവൻ ഈ ഭൂമിയിലേക്ക് തൻ്റെ ആത്മാവിൽ വന്നു. അനദർ കംഫർട്ടർ. ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ അതേ പ്രതിച്ഛായയിൽ ഹല്ലേലൂയ ആത്മാവിൽ ഒരുവൻ വന്നു. അവനാണ് പരിശുദ്ധാത്മാവ്. അവൻ അവരുടെ ഉള്ളിലേക്ക് വസിച്ചു. എന്നിട്ട് അവരെ നയിക്കാൻ തുടങ്ങി. നമ്മൾ ടിൽറ്റുകൾ കണ്ടിട്ടുണ്ട്. ടിൽറ്റുകൾ ചില വലിയ വലിയ ഉത്സവ പറമ്പുകളിലും വലിയ കാർണിവാൾസിനൊക്കെ കണ്ടിട്ടില്ലേ? വലിയ 10 അടി 20 അടി പൊക്കത്തിലുള്ള വലിയ അജാന ബാഹുക്കളായിട്ടുള്ളവർ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അതിനകത്തൊരു മനുഷ്യനുണ്ട് ചെറുതായിട്ട്.
ഒരു മാൻ അതിനകത്തുണ്ട്. ആ മാനാണ് നടക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും, ഞാൻ പണ്ടങ്ങനെയാണ് വിചാരിച്ചത്. എനിക്കിത് ആദ്യമായിട്ടൊക്കെ കാണും, ഇതെങ്ങനെ ഇത് നടത്തുന്നത്? ഞാൻ വിചാരിച്ചു വല്ല ബാറ്ററി വല്ലതും ആണ്. ബാറ്ററി അല്ല, അതിനകത്ത് 1 person ഈസ് ഇൻസൈഡ് ദാറ്റ്. നമ്മൾ കണ്ടിട്ടില്ലേ വലിയ ഹ്യൂജ് ഈ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ കാണത്തില്ലേ, വലിയ ടെഡി ബിയേഴ്സ് പോലെ വലിയ ബിയറായിട്ടുള്ളവരൊക്കെ നടക്കുന്നത് കണ്ടിട്ടുള്ളൂ, ഹ്യൂജ് ആയിട്ടുള്ളത്. അതിനകത്തൊരാളുണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരാള് എങ്ങനെ നയിക്കുന്നുവോ, എങ്ങോട്ട് പോകുന്നുവോ, എന്ത് ആക്ഷൻ കാണിക്കുന്നുവോ, അതനുസരിച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോം അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് വിൽ മൂവ് അക്കോർഡിംഗ്ലി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്ന് റെസിഡന്റായി തീരുമ്പോൾ, അവനുള്ളിൽ വസിക്കുമ്പോൾ, അവന്റെ നിയന്ത്രണത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവിടുന്ന് നമ്മളെ നയിക്കും, നടത്തും. എന്ത് പറയണമെന്നുള്ള ആലോചന നമ്മുടെ നാവിന്മേൽ തരും. ആരുടെ അടുക്കലേക്ക് പോകണമെന്ന്, ആരുടെ അടുക്കൽ നിന്ന് മാറണമെന്ന്, ഏത് സാഹചര്യങ്ങളെ ഏത് രീതിയിൽ നേരിടണമെന്ന്, ക്രിസ്തുവിന്റെ സാക്ഷിയായി എങ്ങനെ തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. നിങ്ങൾക്കറിയാമോ ഈ ശിഷ്യന്മാരെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് ശേഷം നമ്മൾ കാണുന്നത് എത്ര ഇടത്ത് പറയുന്നത് അറിയാമോ? ഹല്ലേലൂയ, ഞങ്ങൾ അവന് സാക്ഷികളെന്ന്, ഞങ്ങൾ അതിന് സാക്ഷികളെന്ന്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എനിക്ക് സമയമില്ല ഓരോ ഭാഗത്തേക്കും പോകും. 2:32 പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഞങ്ങൾ അതിന് സാക്ഷികളാണ്, ഞങ്ങൾ അവന് സാക്ഷികളാണ്. ഇതിനൊക്കെ ഞങ്ങൾ സാക്ഷികൾ. കേട്ടിട്ട് വായിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അവിടെയൊക്കെ പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ അവന് സാക്ഷികളാണ്. ആരുടെ മുമ്പിലാണ് നിന്ന് പറഞ്ഞത്? തങ്ങളെ കൊല്ലുവാൻ അധികാരമുള്ളവരുടെ മുമ്പിൽ. അതിലെ ഒറ്റ നിമിഷം കൊണ്ട് തങ്ങളെ ഇല്ലാതാക്കുവാൻ അധികാരമുള്ള ശത്രുക്കളുടെ മുമ്പിൽ നിന്ന്, കല്ലെറിയുവാൻ തക്കോണം അധികാരമുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, ഒരിക്കൽ ആരെയൊക്കെ അവർ ഭയപ്പെട്ടുവോ അവരെക്കാൾ വലിയവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്നുകൊണ്ട് പറയുന്നു ഞങ്ങൾ അവന്റെ സാക്ഷികളാണെന്ന്. ഇതാ കർത്താവ് പറഞ്ഞത്, ഉയരങ്ങളിൽ നിന്ന് ശക്തി ധരിക്കണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശക്തി നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ we cannot become his witnesses. അവൻ്റെ സാക്ഷികളാകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. നമ്മുടെ കുഴപ്പം അറിവല്ല നമുക്കില്ലാത്തത്. യേശു ആരെന്ന് നമുക്ക് നന്നായിട്ടറിയാം. യേശു എന്തൊക്കെ ചെയ്തെന്ന് നമുക്കറിയാം. യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നമുക്കറിയാം. അവിടുന്ന് നടത്തിയ വിധങ്ങളെക്കുറിച്ച് അറിയാം. നമുക്ക് ഒരു സംശയവുമില്ല നമ്മുടെ നാഥനെ കുറിച്ച്, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒരു സംശയവുമില്ല. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് ഭയമാണ്. എങ്ങനെ പറയണമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, ഉന്നതനായവൻ എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കണം, നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. ഈ നാളുകളിൽ ഹല്ലേലൂയ ആത്മശക്തിയാൽ നമുക്ക് നിറയണം, ആത്മശക്തിയാൽ നിറയണം, അഭിഷേകത്താൽ നിറയണം. We must be baptized in the power of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ഒരു അമാനുഷിക ശക്തി എന്നെയും നിങ്ങളെയും നയിക്കണം, നടത്തണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ അധർമ്മം നിറഞ്ഞ, അക്രമം നിറഞ്ഞ, വക്രതയും കോട്ടയുമുള്ള ഈ ലോകത്തിന്റെ മധ്യത്തിൽ ഭയപ്പെടാതെ ധൈര്യത്തോടെ കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ നമുക്ക് കഴിയും. കർത്താവിന്റെ സാക്ഷികളായി നമുക്ക് മാറണം. എങ്കിൽ മാത്രമേ ആ നിർബന്ധം നമ്മുടെ ഉള്ളിലേക്ക് വരൂ. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. Woe unto me if I not preach the gospel. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിനാൽ അവൻ നിറഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം പ്രാപിച്ചു. ഇപ്പോഴവൻ ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം അവൻ ഉറങ്ങണമെന്ന് തോന്നിയാലും അവന്റെ ഉള്ളിൽ അവനെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ ഉറക്കത്തില്ല, അവനെ എഴുന്നേൽപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഇംഗ്ലണ്ടിന്റെ ഈ കോണില് സമ്പന്നതയില് സുഖത്തില് സൗമൃദ്ധിയിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ തെക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ കൊതുകുകടി കൊണ്ട് മസൂരിയുള്ള സമയത്ത്, പകർച്ചവ്യാധികളുള്ളത്, ഒരു ഹൈജീനും ഇല്ലാത്തടത്ത്, വൃത്തിഹീനമായിടത്ത് ഈ മൈലുകൾ താണ്ടി മാസങ്ങളെടുത്ത് കപ്പൽ യാത്രകൾ ചെയ്ത് സുവിശേഷകരായി അവിടെ എത്തി. എന്തുകൊണ്ട്? നിർബന്ധം അവരുടെ മേലേക്ക് വന്നു പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. പാലസ്തീൻ വിട്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ശിഷ്യന്മാർ ഓടി കർത്താവിന്റെ വചനവുമായി. അങ്ങനെ തോമാസും ഇന്ത്യയിലെത്തി. എന്തുകൊണ്ട്? നിർബന്ധം അവരുടെ മേൽ കിടന്നു. ആരാണ് നിർബന്ധം കൊടുത്തത്? ഓർത്തു നോക്കിയേ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈ ശിഷ്യന്മാരാണ് പേടിച്ച് മുറിക്കുള്ളിൽ ഇരുന്നത്. ഓർത്തേ, ഈ പത്രോസാണ് ഒരു പെണ്ണിന്റെ മുമ്പിൽ 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞത്. ഓർത്തു നോക്കിയേ, ഈ ശിഷ്യന്മാരാണ് കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ക്രൂശിന്റെ ചുറ്റിൽ നിന്ന് ഓടിയത്.
അവരാണ് ഈ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ അവന്റെ സാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയി. ഒരുവൻ ഒഴികെ ബാക്കി എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി തീർന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി. ഒരിടത്തും അവർ കർത്താവിന്റെ നാമത്തെ തള്ളി പറഞ്ഞില്ല. അതിനുശേഷം നൂറ്റാണ്ടുകളിലേക്ക് നോക്കിയേ, ഈ പറയുന്ന കാർഡിഫിന്റെ പ്രദേശത്ത്, ഈ ബ്രിസ്റ്റലിന്റെ ദേശങ്ങളിലൊക്കെ എത്രയോ പേർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി രക്തസാക്ഷിത്വം അനുഭവിച്ചു. എത്രയോ പേർ അതിലെ തീയിൽ അവരെ they were burned in the fires. Hallelujah. They were burned alive. They were burned at stake. എത്രയോ പേരെ കൊന്നു. റോമിലായാലും ലോകത്തിന്റെ നാനാഭാഗങ്ങൾ, ഇന്ത്യയിലായിക്കൊള്ളട്ടെ, മറ്റു പല പ്രദേശങ്ങളിൽ നോക്കിയോ എത്ര പേര് കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായിക്കൊള്ളുന്നു. എന്തുകൊണ്ട്? അവരുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് അവരെ നടത്തുകയാണ്. ഹല്ലേലൂയ. ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവാത്മാവിന്റെ കയ്യിൽ. ദൈവാത്മാവ് എന്നെ നടത്തുകയാ, ദൈവാത്മാവ് എന്നെ കൊണ്ട് സംസാരിപ്പിക്കുക, ദൈവാത്മാവ് അസാമാന്യമായ ധൈര്യം എന്റെ മേലേക്ക് പകരുകയാ. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ആർക്ക് തോക്കിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? നമ്മളിൽ ആർക്ക് വാളിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? നമ്മളിൽ ആർക്കൊരു വലിയ ജനക്കൂട്ടം കല്ലുമായി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് സുവിശേഷം അറിയിക്കാൻ കഴിയും? ആർക്കും കഴിയത്തില്ല. ആർക്കെങ്കിലും കഴിയണമെങ്കിൽ ഉള്ളിൽ നിന്ന് അമാനുഷിക ശക്തി നമ്മളെ നിർത്തണം. അതാണ് സ്തെഫാനോസിനെ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ നിർത്തിയത്. ചിന്തിക്കണമേ സഹോദര സഹോദരി, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. പൗലോസ് പറഞ്ഞതുപോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപയിൽ നമ്മൾ എത്തണം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എനിക്ക് സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ, എൻ്റെ കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കഷ്ടം എന്ന് പറയുവാനുള്ള ഒരു അവസ്ഥയിലെത്തണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്ന് കുളിച്ചു, ബൈബിൾ എന്തെങ്കിലും വായിച്ചു, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി ജീവിക്കുവാനുള്ള ഒരു ജീവിതമല്ല നിന്റെ ക്രിസ്തീയ ജീവിതം. നിന്റെ ജീവിതം കൊണ്ടൊരു വലിയ ചുമതല സ്വർഗത്തിനുണ്ട്. നീ അവന്റെ സാക്ഷിയായി മാറണം. ഹല്ലേലൂയ. ലഭിക്കുന്ന മുഖാന്തരങ്ങളിലൊക്കെ അവന്റെ വചനം മറ്റുള്ളവരോട് അറിയിക്കണം. എവിടെയൊക്കെ കർത്താവ് നിന്നെ നിർത്തുന്നുവോ അവിടെ അവിടുത്തെ നാമത്തിന് വേണ്ടി നീ നിൽക്കണം. എത്ര സുഖകരമായ ജീവിതമാണ് നമ്മുടേത്. ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല, അല്ലേ? ജോലിക്ക് പോവുക, ജോലി കഴിഞ്ഞ് പിടിച്ചു വരിക. കർത്താവിന്റെ സാക്ഷികളാണോ നമ്മൾ? ഹല്ലേലൂയ. നമ്മൾ എന്തിനാണെന്നറിയാമോ പേര് ഇതെടുക്കുന്നത്? എന്തിനാണെന്നറിയാമോ നമ്മൾ വലിയ അഭിമാനം കൊള്ളുന്നത്? സഭായോഗങ്ങളൊന്നും ഞാൻ മുടക്കുന്നില്ല. എന്തിനു വേണ്ടി? നിനക്ക് വേണ്ടി. വാട്ട് അബൌട്ട് യുവർ റെസ്പോൺസിബിലിറ്റീസ് ടു ദ വേൾഡ്? കർത്താവ് നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എവിടെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രി കർത്താവ് നമ്മുടെ ഹൃദയത്തെ തുറക്കട്ടെ. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ഹല്ലേലൂയ, ഞാൻ നിർവഹിക്കാതെ പോവുകയാണ്. ഒരു നാളിൽ ഈ ലോകം വിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാത്തതായി വിട്ടുപോയി. ഹല്ലേലൂയ. സഹോദര സഹോദരി, my children, pay your attention to this great scriptures that you are listening to. You have been given a great accountability. You have been called with a high calling. You have been chosen by Almighty God to be His witness. And you will have the power to witness Christ if you ask the Lord to infill you with His power. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിന്നെ നിറയ്ക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ. പലരും പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മറ്റു പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ സാക്ഷിയാകുവാൻ അങ്ങയുടെ ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണം. സഹോദര സഹോദരി, ഈ നാളിൽ നീ പ്രാർത്ഥിക്കേണ്ടത് അതിനാ. അങ്ങയുടെ നാമത്തിന് സാക്ഷിയായി നിൽപ്പാൻ. ഈ ലോകം വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പേ അങ്ങയുടെ നാമത്തിന് സാക്ഷിയായി നിൽപ്പാൻ ഉന്നതനെ അങ്ങയുടെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഈ ലോകത്ത് നിന്ന് നീ മാറ്റപ്പെട്ടാലും, ഹല്ലേലൂയ, ചില വ്യക്തികൾ നിന്നെ ഓർക്കും. അവരുടെ ജീവിതത്തെ നീ സ്പർശിച്ചത്, അവരുടെ ജീവിതത്തെ ക്രിസ്തുവിലേക്ക് നീ നയിച്ചത്, അവരുടെ ജീവിതത്തെ നിത്യ നരകത്തിന്റെ പാതയിൽ നിന്നെ അവരെ വിടുവിപ്പാണ്ടൊക്കെ ദൈവം നിന്നെ ഉപയോഗിച്ചത്. ഇന്ന് ഞാനും നീയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെങ്കിലും നിന്നെ ഓർക്കുമോ? ഒരു പക്ഷെ മക്കൾ ഓർത്തുനിന്നിരിക്കും കുറച്ച് നാളത്തേക്ക്. ആർക്കെങ്കിലും ഈ ലോക ജീവിതത്തിൽ നിത്യജീവന് വേണ്ടി പ്രയോജനമുണ്ടായിത്തീരുമോ നിന്റെ ജീവിതം കൊണ്ട്? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ശാന്തമായി ഇന്നത്തെ രാത്രി ചിന്തിക്കാം. ഹല്ലേലൂയ. When the Holy Spirit comes to us after the day of Pentecost, what had happened? പെന്തിക്കോസ്ത് നാളിന് ശേഷം എന്താ സംഭവിച്ചെന്നറിയാമോ? They were empowered, they were enlightened, they were enabled. മറക്കരുത്,
കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പെന്തക്കോസ്തി നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? They were empowered. അവർക്ക് ശക്തി പ്രാപിച്ചു. They were enlightened. അകത്തെ കണ്ണ് അവർക്ക് തുറന്നു. ഹല്ലേലൂയ. തങ്ങൾ ആരാണെന്നുള്ള ബോധ്യം അവർക്ക് വന്നു. തങ്ങളോട് കൂടെ ഉള്ളവൻ ആരെന്നുള്ള ബോധ്യം അവർക്ക് വന്നു. ശക്തി മാത്രമല്ല കിട്ടിയത്, തങ്ങൾ ആരാണെന്നുള്ള ബോധ്യം വന്നു. തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നുള്ള ബോധ്യം വന്നു. കർത്താവ് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും പ്രോമിസസും തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത്. ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം ഇല്ലാതായാലും, ഇവിടെ മരിച്ചു വീണാലും അടുത്ത നിമിഷം തങ്ങളുടെ കണ്ണു തുറക്കുന്നത് എവിടെയാണെന്നുള്ള ഉൾക്കാഴ്ച അവർക്ക് കിട്ടി. They were enlightened. Hallelujah. And they were enabled. അവരുടെ എല്ലാ ഫാക്കൽറ്റീസും വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരുടെ നാക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുവരെ സംസാരിക്കുവാൻ കഴിവില്ലാത്തവരായിരുന്നു, പക്ഷെ അവർ സംസാരിക്കുവാൻ കഴിവുള്ളവരായി തീർന്നു. ദൈവശബ്ദം കേൾക്കുവാൻ അവരുടെ ചെവികൾക്ക് ശേഷിയില്ലായിരുന്നു. എന്നാൽ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ അവരുടെ ചെവികൾ കർത്താവ് തുറന്നു. അവരുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ ഉണർവ് പ്രാപിച്ചു. Hallelujah. They were empowered. They were enlightened. They were enabled. When the Holy Spirit came upon them and came inside them. Otherwise, what would happen, my brother, my sister? ഈ വചനമെല്ലാം കേട്ട് നമ്മൾ ലീഗലിസ്റ്റുകളായിട്ട് മാറുകയാണ്. ചിലർ സംസാരിക്കുന്ന വചനം മാത്രമാണ് സംസാരിക്കുന്നത്, പക്ഷേ ഓരോരുത്തർക്കും ഒന്നും മനസ്സിലാവത്തില്ല. പറയുന്നത് വചനമാണ്, ഹല്ലേലൂയ, പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഹോളി സ്പിരിറ്റ് ഇല്ല പ്രവർത്തിക്കാൻ. വി ആർ സിംപ്ലി സെല്ലിങ്, ബട്ട് വി ആർ നോട്ട് ആസ്കിങ് ഹോളി സ്പിരിറ്റ് ടു വർക്ക്. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ നിന്ന്, നമ്മുടെ ആലോചനയിൽ നിന്ന്, നമ്മുടെ വാക്കുകളിൽ നിന്ന് ഹല്ലേലൂയ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉന്നതമായിട്ടുള്ള വാക്കുകൾ, ഇതിനകത്തെ വാക്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ പറയും, ബട്ട് ദർ ഇസ് നോ ഇഫക്റ്റ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യു ആൻഡ് ഐ നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺ അവർ സൈഡ്. Let the Holy Spirit speak, not me. Let him use my mouth. Let him use my hands. Let him use my eyes. Let him use my ears. എൻ്റെ നാവ് അവൻ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ചെവികൾ അവൻ ഉപയോഗിക്കട്ടെ. എൻ്റെ കൈകൾ അവൻ ഉപയോഗിക്കട്ടെ. എൻ്റെ കണ്ണുകൾ അവൻ ഉപയോഗിക്കട്ടെ. That is exactly what had happened in the lives of apostles. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അതാണ് നടന്നത്. ഈ നൂറ്റാണ്ടുകളിലൊക്കെയും മിഷണറിമാരുടെ, ഭക്തന്മാരുടെ ജീവിതത്തിൽ അതാണ് നടന്നത്. ഹല്ലേലൂയ. ഭയപ്പെട്ടിരുന്ന മനുഷ്യരെ അമാനുഷ്യകരാക്കി മാറ്റിയ കർത്താവ് അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളെ അറിഞ്ഞുകൊണ്ടായിരിക്കും ദൈവം സംസാരിക്കുന്നത്. പ്രൈസ് ഗോഡ്. കേൾക്കുന്നവർ പറയും, ഇത് ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. പ്രൊവൈഡഡ് വി സബ്മിറ്റ് അവർ ലൈഫ് ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കയ്യിൽ ആയുധങ്ങളായി നമ്മളെ ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് സംഭവിക്കും. അല്ലെങ്കിൽ വെറും ലീഗലിസ്റ്റുകളായിട്ട് തന്നെ മാറും. ഹല്ലേലൂയ. നമ്മൾ പറയുന്നതൊക്കെ വചനം ശരിയാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളും അനുഭവങ്ങളും ശരിയാണ്, ബട്ട് ഇറ്റ് വോണ്ട് ബി കൺവിൻസിങ്. ഓൺലി ദ ഹോളി സ്പിരിറ്റ് ക്യാൻ കൺവിൻസ് പീപ്പിൾ. നമ്മൾ പറയുന്നത് സത്യമാണെന്ന് കേൾക്കുന്ന വ്യക്തിക്ക് തോന്നണമെങ്കിൽ അത് ഹോളി സ്പിരിറ്റ് കൺവിൻസ് ചെയ്യണം. അല്ലെങ്കിൽ ദാറ്റ് വിൽ ടേൺ ഔട്ട് ടു ബി അനദർ സ്റ്റോറി. ഒരു കഥയായിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് തോന്നത്തുള്ളൂ, അത് കൺവിൻസിങ് ആയിട്ട് തോന്നത്തില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, വി ആർ കോൾഡ് ടു ടെൽ, നോട്ട് ടു സെൽ. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് ഒരാൾ ഏറ്റെടുക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട, ഏറ്റെടുപ്പിക്കുന്നത് കർത്താവാണ്. പറയേണ്ടത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉത്തരവാദിത്വം. ഏറ്റെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നമ്മൾ പോകരുത്. പറയേണ്ട ഉത്തരവാദിത്വത്തിൽ പരിശുദ്ധാത്മാവ് വരത്തില്ല. പറയേണ്ട ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു, ഏറ്റെടുപ്പിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാനിരിക്കും. വാട്ട് ഈസ് എ വിറ്റ്നസ്? ആരാണ് സാക്ഷി? ആരാണ് സാക്ഷികൾ? ടു ബി എ വിറ്റ്നസ് വൺ ഹാസ് ടു ലിവ് വിത്ത് ഹിം ആൻഡ് നോ ഹിം. നമ്മൾ സാക്ഷിയായി തീരണമെങ്കിൽ നമ്മൾ അവൻ്റെ കൂടെ വസിക്കണം, അവനെ അറിയണം. അവനെ ഞാൻ അറിയുന്നു എന്നൊരു വ്യക്തിയുടെ അടുത്ത് പറയണമെങ്കിൽ അവനുമായി എനിക്കൊരു വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. മരിച്ചുപോയൊരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അവനെ ഞാൻ അറിയുന്നെന്ന്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പറ്റും അവനെ ഞാൻ അറിയുന്നെന്ന്. അപ്പോൾ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഞാൻ അവനെ അറിയുന്നു എന്ന് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കണമേ സഹോദരങ്ങളെ. മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുമോ, ഐ നോ ഹിം, ഐ ന്യൂ ഹിം എന്ന് പറയും. എനിക്കവനെ അറിയാമായിരുന്നു എന്നേ പറയത്തുള്ളൂ, എനിക്കവനെ അറിയാമെന്ന് പറയത്തില്ല.
ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ആരാണ് വാട്ട് ഈസ് എ വിറ്റ്നസ് എന്ന് ചോദിച്ചാൽ വൺ ഹാസ് ടു ലിവ് വിത്ത് ഹിം ആൻഡ് നോ ഹിം. യോഹന്നാൻ 1 ആരെങ്കിലും ഒന്ന് വായിച്ചേ. അവിടെ കർത്താവിൻ്റെ ദാസനായ യോഹന്നാൻ തൻ്റെ സാക്ഷ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഹി ഈസ് ടെസ്റ്റിഫൈങ് അബൌട്ട് ഹിസ് വിറ്റ്നസിങ്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. ഓ, വാട്ട് ആൻ ഇന്റിമസി ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, യേശുവിനെ കുറിച്ച് പറയുവാൻ നിനക്ക് ഇങ്ങനൊരു വാക്യമുണ്ടോ? എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കർത്താവിനെ ആത്മാവിൽ ഞാൻ കണ്ടു. എൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിൽ അവൻ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത് എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിച്ചു. പാപത്തിൻ്റെ വക്രത്തിൽ നിന്ന് തൃക്കരം നീട്ടി എന്നെ എഴുന്നേൽപ്പിച്ചത് എൻ്റെ ആത്മാവിൽ ഞാൻ അറിഞ്ഞു. എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് വിശ്വാസത്തിൽ ആത്മാവിൽ സ്വീകരിപ്പാൻ അവൻ എനിക്ക് കൃപ തന്നു. ഈ ലോകം എന്നെ ത്യജിച്ചപ്പോൾ, കൂട്ടുകാരനെ തള്ളിക്കളഞ്ഞപ്പോൾ, വീട്ടുകാരനെ വിടക്കം തേടിയപ്പോൾ, ഒരു പ്രയോജനവും ഇല്ലാത്തവനാണ്, ഇല്ലാത്തവളാണെന്ന് എന്നെക്കുറിച്ച് ലോകം വിധി എഴുതിയപ്പോൾ, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രയോജനമുള്ളവനാണ്, നീ എനിക്ക് വിലയുള്ളവനാണെന്ന് പറഞ്ഞ് തൃക്കരം നീട്ടി എന്നെ എഴുന്നേൽപ്പിച്ചവനെ ഞാൻ കണ്ടു. ഇത് പറയുവാൻ എത്ര പേർക്ക് കഴിയും? അവന് മാത്രമേ കർത്താവിന് സാക്ഷിയായി തീരാൻ കഴിയും. മറന്നു പോകരുത്. ഹല്ലേലൂയ. അവന് മാത്രമേ കർത്താവിന് സാക്ഷിയാകുവാനായിട്ട് കഴിയൂ. പെട്ടെന്ന് 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വിത്തിൻ 10 മിനിറ്റ്സ് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. 1, എ വിറ്റ്നസ് ടെൽസ് വാട്ട് ഹി നോസ്. ഒരു സാക്ഷി എന്ന് പറയുന്നത് അവൻ അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നവനാണ് ഒരു സാക്ഷി. കോടതി സാക്ഷി മുറിയിലൊക്കെ കോടതിയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരു സാക്ഷി പറയുന്നത് ഞാനിത് കണ്ടു, ഞാനിത് കേട്ടു എന്നാണ് പറയുന്നത്, അല്ലേ? ഞാൻ കണ്ടില്ലെങ്കിൽ, ഞാൻ കേട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സാക്ഷിയാകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സാക്ഷി എന്ന് പറയുന്നത് എ വിറ്റ്നസ് ടെൽസ് വാട്ട് ഹി നോസ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ചില വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 2:32, അപ്പോസ്തലപ്രവൃത്തി 3:15, അപ്പോസ്തലപ്രവൃത്തി 10:39, 13:30, അപ്പോസ്തലപ്രവൃത്തി 22 അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ അവന് സാക്ഷികളാകും. ഞങ്ങളത് കണ്ടു. ഹല്ലേലൂയ. കർത്താവിനെ ടെസ്റ്റിഫൈ ചെയ്യുക. അതുമാത്രമാണോ? എത്രയോ ആവർത്തിയിൽ അപ്പോസ്തലപ്രവൃത്തിയിൽ കാണുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവരെ നടത്തി, പരിശുദ്ധാത്മാവ് പോകണ്ടെന്ന് അവരോട് പറഞ്ഞ് അവരെ വിലക്കി. എത്ര ഇടത്ത് കാണുന്നു, അല്ലേ? 2-ാം അധ്യായത്തിന് ശേഷം നോക്കിക്കേ, ശിഷ്യന്മാർ ഒറ്റയ്ക്കല്ലായിരുന്നു, എല്ലാം പരിശുദ്ധാത്മാവ് അവരെ നടത്തിയത്. പരിശുദ്ധാത്മാവാണ് അവരോട് കൂടെ ഇരുന്നത്. പരിശുദ്ധാത്മാവാണ് ചിലയിടത്ത് പോകണ്ട എന്ന് പറഞ്ഞവരെ വിലക്കിയത്. പരിശുദ്ധാത്മാവരുടെ നാവിൽ വാക്കുകളെ കൊടുത്തത്. പരിശുദ്ധാത്മാവാണ് ഇന്നയാളിനെ തെരഞ്ഞെടുക്കുക. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും തെരഞ്ഞെടുക്കുക, ബർന്നബാസിനെയും തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പരിശുദ്ധാത്മാവാ പറഞ്ഞത് ഞാൻ അവരെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കാൻ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ ബർന്നബാസിനെയും പൗലോസിനെയും വേർതിരിക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. എവിടെ നിന്നുപോയി ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി? ആരാണ് നിർത്തിയത്? എവിടെയെങ്കിലും വചനത്തിൽ എഴുതിയിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് നിന്നു പോകുന്നെന്ന്? ഇല്ല. അവൻ നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ദൈവസഭയെ കൊണ്ട് അവൻ ഉയരത്തിലേക്ക് പോകുന്നത് വരെ അവൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അവനുണ്ട്. സഭയെ നയിക്കുന്നവൻ പരിശുദ്ധാത്മാവാണ്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ സഹോദര സഹോദരി? അന്നത്തെ അപ്പോസ്തലന്മാരെ നടത്തിയതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിലെ ചരിത്രത്തിലേക്ക് നോക്കി പരിശുദ്ധാത്മാവരെ നടത്തി, പരിശുദ്ധാത്മാവരെ നിറഞ്ഞു, പരിശുദ്ധാത്മാവരെ കൊണ്ട് സംസാരിപ്പിച്ചു, പരിശുദ്ധാത്മാവരെ തിരഞ്ഞെടുത്തു. ഈ അനുഭവം എന്ത് ഇന്ന് സഭകളിലില്ല? കാരണം പരിശുദ്ധാത്മാവിനെ മാറ്റി നിർത്തി. We trust in our own human strength and power. Wherever you and I say I am weak, there only the Holy Spirit comes in. എവിടെ എനിക്ക് കഴിയില്ല കർത്താവേ, എവിടെ ഞാൻ വീക്കാണെന്ന് പറയുന്നു, എവിടെ ഞാൻ ബലഹീനനാണെന്ന് പറയുന്നു, അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. ഇന്ന് ബലഹീനത എന്നൊരു വാക്ക് സഭയ്ക്കകത്ത് കേൾക്കാനില്ല. എല്ലാവരും ശക്തരാണെന്ന് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച്, സ്വന്തം വാഗ്വൈഭവത്തിൽ ആശ്രയിച്ച്, സ്വന്തം ഡിഗ്രികളിൽ ആശ്രയിച്ച്, സ്വന്തം റിസർച്ചുകളിൽ ആശ്രയിച്ച്, ടെക്നോളജികളിൽ ആശ്രയിച്ച്, ഐഡിയോളജികളിൽ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി ചെയ്യാതെ മാറി നിൽക്കുന്നു.
എന്ന് നിലവിളിക്ക് സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് അവൻ കടന്നു വരും. നിന്നെ അവൻ നിറയ്ക്കും. ഹല്ലേലൂയ. നിന്നെ അവൻ ഉപയോഗിക്കും. ദൈവസഭയെ അവൻ പുതുക്കിപ്പണിയും. കർത്താവിന്റെ സാക്ഷികളായി നമുക്ക് മാറാം. ഹല്ലേലൂയ. ഒന്ന്, a witness tells what he knows. അറിയാമെന്നത് മാത്രമേ ഒരു സാക്ഷിക്ക് പറയാൻ പറ്റൂ. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായുള്ള അനുഭവം നിനക്കില്ലെങ്കിൽ കർത്താവിന്റെ സാക്ഷിയാവാൻ നിനക്ക് കഴിയത്തില്ല. രണ്ട്, a witness shares what he has experienced. ഒരു സാക്ഷി തൻ്റെ ജീവിത അനുഭവങ്ങൾ ഷെയർ ചെയ്യും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും കടന്നുപോയി ലോകത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? കർത്താവിനോട് കൂടെയുള്ള അവരുടെ ജീവിത അനുഭവങ്ങളാണ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദര സഹോദരി, ഈ ലോകത്തോട് പറയുവാൻ നിനക്ക് എന്തെങ്കിലും ജീവിത അനുഭവങ്ങളുണ്ടോ? യേശുവിൽ നിന്ന് നിന്റെ കണ്ണുനീരിനെ അവൻ തുടച്ചത്, നിന്റെ പാപത്തെ അവൻ ക്ഷമിച്ചത്, നിന്റെ ഹൃദയത്തിൽ മാറ്റമില്ലാത്തൊരു പ്രത്യാശ തന്നത്, ഉറപ്പ് തന്നത്, ധൈര്യം തന്നത്, ഈ ലോകത്തിന്റെ മ്ലേച്ഛതകൾ നിന്നെ വിടുവിച്ച വഴികൾ, വീണുകൊണ്ടിരുന്ന പാപമോഹങ്ങളിൽ നിന്ന്, പാപബന്ധനങ്ങളിൽ നിന്ന് അത്ഭുതകരമായി അതിശയകരമായി കർത്താവ് തന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിന്നെ വിടുവിച്ചത്, ദൈവത്തിന്റെ തിരുവചനം നിനക്ക് പുതിയൊരു ഭാവിയെ തന്നത്, നിനക്ക് പറയാൻ അനുഭവങ്ങളുണ്ടോ? Then you can become a witness. Otherwise, no. Hallelujah. A witness shares what he has experienced. മൂന്ന്, a witness remain loyal to the end. ഒരു വിറ്റ്നസ്, ഒരു സാക്ഷി ജീവിതാവസാനം വരെ തൻ്റെ ഗുരുവിനോട് ലോയൽ ആയിരിക്കും. ഹല്ലേലൂയ. നീതി പുലർത്തും, ഒരിക്കലും വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ. ഈ വിറ്റ്നസ് എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് മാർച്ച്വാർ. ആ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷ് വേർഡായ മാർട്ടിയർ എന്ന വേർഡുണ്ടായത്. രക്തസാക്ഷി എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ വിറ്റ്നസ്സിന് കൊടുത്ത വാക്ക്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, അല്ലെങ്കിൽ താൻ എന്തൊരു സാക്ഷിയായി നിൽക്കുന്നോ, മരിച്ചേണ്ടി വന്നാലും താൻ പറയുന്ന വാക്കിൽ നിന്ന് മാറിപ്പോകത്തില്ല. അതാണ് അതിൻ്റെ അർത്ഥം. No matter what it costs, whether it costs your life, doesn't matter. When you say that I am a witness to Christ, let it be the death. ഞാൻ മുമ്പേ കണ്ട സ്വപ്നം പോലെ 10,000 സ്വപ്നം വരട്ടെ, അതിൻ്റെ മുമ്പിൽ മാറ്റി പറയുവാൻ തക്കവണ്ണം എനിക്കും നിനക്കും കഴിയരുത്. ഞാൻ വീണ്ടും ഒന്ന് ആലോചിക്കട്ടെന്ന് പറയുവാൻ കഴിയരുത്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അന്തിപ്പാസ് പെർഗമസ് ചർച്ചിന്റെ മധ്യത്തിൽ വെച്ച് മരിക്കുന്നതിനെ കുറിച്ച് ഹല്ലേലൂയ ചരിത്രം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 86-ാമത്തെ വയസ്സിൽ ആ ദൈവദാസൻ മരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇനി ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കത്തില്ലെന്ന്. അദ്ദേഹത്തിന് ജീവനോടിരിക്കാൻ വരുന്നു. അങ്ങനെ എത്രയോ നൂറുകണക്കിന് രക്തസാക്ഷികൾ ഈ ലോകത്തിൽ, 100 അല്ല 1000കണക്കിന് രക്തസാക്ഷികൾ ഈ ലോകത്തിലുണ്ട്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഇനി യേശുവിന് വേണ്ടി നിൽക്കത്തില്ലെന്ന്, അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കത്തില്ലെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ശിക്ഷായുസ് അവരുടെ കുടുംബത്തോടുകൂടെ സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു, സ്ഥാനമാനങ്ങളോടുകൂടെ ജീവിക്കാമായിരുന്നു. ബട്ട് they were witnesses. They were loyal to their master until they die. അവർ മരിക്കുന്നത് വരെ തങ്ങളുടെ ഗുരുവിനോട് അവർ വിശ്വസ്തത കാണിച്ചു. ഒരു വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ, ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഗുരുവിനോട് വിശ്വസ്തത കാണിക്കുന്ന വ്യക്തിയായിരിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇന്ന് ശാന്തമായി നമ്മളൊന്ന് ആലോചിക്കുക. എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഉയരത്തിൽ നിന്ന് ശക്തി ധരിച്ച് അവിടുത്തെ സാക്ഷിയായി തീരാനാണ്. We need a power from the above. കർത്താവിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത്, നമ്മുടെ മധ്യത്തിലുണ്ട്. The only one thing is you should let him work in you. Let him use you. നിന്നെ നയിക്കുവാൻ, നിന്നെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം നീ അവനെ ഒന്ന് അനുവദിച്ചാൽ മാത്രം മതി. You don't have to wait for him to come down again from heaven. സ്വർഗത്തിൽ നിന്ന് വീണ്ടും ആ ശക്തി ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വരുവാൻ നീ കാത്തിരിക്കേണ്ട. അവൻ ഈ ഭൂമിയിലുണ്ട്. ഒന്ന് മാത്രം നീ ചെയ്താൽ മതി. കർത്താവെ അങ്ങനെ നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തെ അവൻ്റെ കൈകളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. മറ്റെല്ലാ പ്രയോറിറ്റീസും മാറ്റി എൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ താഴ്ത്തി കൊടുക്കുക. അവനാൽ നിറയുക, അവനാൽ അഭിഷേകം പ്രാപിക്കുക. യേശു കർത്താവിനോട് പറ, ഈസ് ദ ബാപ്റ്റൈസർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ പരിശുദ്ധാത്മാവിലും തീയിലും നമ്മളെ സ്നാനം കഴിപ്പിക്കും. യേശു കർത്താവിനോട് പറ, ബാപ്റ്റൈസ് മീ ലോർഡ് ഇൻ യുവർ പവർ ആൻഡ് ഇൻ യുവർ ഹോളി സ്പിരിറ്റ്. He will do it. Why? For what? To become his witnesses.
അവിടുത്തെ സാക്ഷികളായി തീരുവാൻ. ഇന്ന് നമുക്ക് മറ്റു പലതും സാക്ഷികളാകാനല്ല, നമുക്ക് പല മാനിഫെസ്റ്റേഷൻസ് വേണം. അതിനാ പരിശുദ്ധാത്മാവിനെ വേണ്ടത്. അന്യഭാഷ പറയാന്, അത്ഭുതങ്ങൾ ചെയ്യുവാന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്ത് ലോകത്തിൽ പേരും പെരുമയും കാണിക്കുവാൻ. അതിനല്ല കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നത്. ബലഹീനരായ മനുഷ്യരെ അത്യുന്നതനായ ദൈവത്തിന്റെ സാക്ഷികളാക്കാനാണ്. ബാക്കിയെല്ലാം അതിനോട് കൂടെ വന്നിരിക്കുന്ന മാനിഫെസ്റ്റേഷൻ, ടെസ്റ്റിഫൈങ് ചെയ്യുവാനുള്ള ആ സൈഡ് ഇഫക്ട്സ് മാത്രമാണ്. ഹല്ലേലൂയ സഹോദരങ്ങളെ, മെയിൻ കോളിംഗ് ഈസ് ടു മേക്ക് യു ആൻഡ് മീ ഹിസ് വിറ്റ്നസസ്. അവന്റെ സാക്ഷികളായി തീരുവാൻ. ഈ ലോകം എതിർത്ത് നിൽക്കുമ്പോൾ, പിശാചെതിരെ നിൽക്കുമ്പോൾ, അതിനേക്കാൾ വലിയ ശക്തിയോട് അതിനെതിരെ നിൽപ്പാൻ ശാക്തീകരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നവനാണ് പരിശുദ്ധാത്മാവ്. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു.